ഇന്ന് കുറച്ച് ബുക്കുകൾ പൊതിയുന്ന വീഡിയോസും ഞാൻ പഠിച്ച സമയത്ത് ഒരു 20 വർഷം പഴക്കമുണ്ട് ആ സമയത്തുള്ള ടെസ്റ്റുകൾ. പിന്നെ പഴയ കാലത്ത് ഒരു പൂർവീകരൊക്കെ നമുക്ക് തന്നിട്ട് പോകുന്ന നിധി പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ടെസ്റ്റുണ്ട്. അതെല്ലാം ഞാൻ നമുക്ക് കാണിച്ചു തരാം. അത് ഞാൻ പഠിച്ച ടെസ്റ്റുകൾ: മാക്ബത്ത്, ഗീപ്തിലോകം, നളചരിതം, രംഗലക്ഷ്മി, അഭിജ്ഞാന ശാകുന്തളം, കഥാവിധി. ഇത് +2-നും ഡിഗ്രിക്കൊക്കെ ഞാൻ പഠിച്ചതാണ്. ബാല്യകാല സഖിയുണ്ട്, അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ടെസ്റ്റാണ്. എനിക്ക് മുഖോപദേശിൻ്റെ ടെസ്റ്റുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഫാത്തിമഴയുടെ SLCക്ക് പഠിച്ചിട്ടുള്ളത്. കാന്താലയം. ഇങ്ങനെ ഞാൻ പഠിച്ചിട്ട് 20 വർഷം എന്നും ഞാൻ ടെസ്റ്റുകൾ സൂക്ഷിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ എന്ന് വെച്ചാൽ ബുക്കുകളൊന്നും അവർ സൂക്ഷിക്കില്ല, ടെസ്റ്റുകൾ സൂക്ഷിക്കില്ല. ഇത് ഒരു ബുക്കിലാണെങ്കിൽ ടെസ്റ്റിലാണെങ്കിൽ നല്ലൊരു പടമായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കണ്ണാടി വരച്ചും ലിപ്സ്റ്റിക്ക് ഇട്ടും വൃത്തിയിടാക്കി ഓരോരുത്തർ കൊണ്ടുവരുന്നത് ടെസ്റ്റുകൾ. നമ്മൾ ടെസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടെസ്റ്റ് നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പൂർവീകർ തമ്മിൽ പറഞ്ഞ ടെസ്റ്റ്, വിക്രമാദിത്യ ചരിത്ര പുസ്തകം. ഇന്നത്തെ പ്രിൻ്റ് ചെയ്ത് സ്റ്റാപ്ലറൊക്കെ ഇട്ടുള്ളതല്ല, ഇത് നൂല് കൊണ്ടുള്ളതാണ്. ഒരു 70-80 വർഷത്തെ പഴക്കം പോലെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കയ്യിലുള്ളത്. എൻ്റെ കൈ കിട്ടിയിട്ട് തന്നെ ഒരു 30-40 വർഷം പഴക്കമുണ്ട്. ഞാനൊന്നും എടുക്കുമെങ്കിൽ വായിക്കാൻ പറഞ്ഞു 40 വർഷത്തിന് മുമ്പ്. 20 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അമ്മയ്ക്ക് അമ്മയുടെ അമ്മാവൻ അച്ഛൻ്റെ അച്ഛൻ കൊടുത്തതാണ്. പണ്ട് അവരെ സുഹൃത്തുക്കൾ ആരോ കൊടുത്തത് അമ്മയ്ക്ക് കൊടുത്ത്, വെറുതെ ഇരിക്കും വായിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. വിക്രമാദിത്യ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇതെന്തോ ആണ് ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ ശരിക്കും ഒന്ന് വായിച്ച് നോക്കാൻ തീരുമാനിച്ചത്. അത് ഞാൻ പഠിച്ച ടെസ്റ്റിലുള്ള ആളല്ലേ എന്ന് പിന്നെ ഇതിലെ കഥകൾ ഫുള്ള് ഞാൻ വായിച്ചു. ഇനി കുറച്ച് നോട്ട്ബുക്കുകൾ പൊതിയുന്ന വീഡിയോസുകളാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ ഇതേമില്ല, തിരക്കില്ല. ഞാൻ കുറച്ച് ബുക്കുകൾ പൊതിയുന്ന വീഡിയോസ്. മഴക്കാലമല്ലേ വരുന്നത്, നല്ല ബ്രൗൺ പേപ്പറും. ഇത് ബുക്കുകൾ പെട്ടെന്ന് കീറില്ല, നനഞ്ഞാലൊന്നും പുറമെ നനഞ്ഞതങ്ങ് പോകും. പക്ഷേ കത്രിക കൊള്ളില്ല. എന്ത് വാങ്ങിച്ചു വെച്ചാലും കുട്ടികളുണ്ടായിരുന്നാൽ ഒരു സാധനവും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കില്ല. എൻ്റെ മോൻ ഇനി 7ാം ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുമായുണ്ട്. ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. സമയത്താണ് ഞാൻ വീട്ടിൽ എടുക്കുന്നത്. ഇനി ഒരാളുണ്ട് ഇവിടെ. എത്ര പോഞ്ഞാലും ഓണത്തിന് മുമ്പ് തന്നെ കീറി കൊണ്ടുവന്നോളൂ. അടുത്ത ബ്രൗൺ പേപ്പർ വാങ്ങിക്കേണ്ടി വരും. മിക്ക വീടുകളിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. രണ്ടാഴ്ചയും കൂടിയല്ലേ സ്കൂൾ തുറക്കുന്നത്. ഏകദേശം പോയിന്റ് കഴിഞ്ഞ്, കുറച്ചൊക്കെ നേരത്തെ പോയി ടെസ്റ്റുകൾ പോയിന്റ് കഴിഞ്ഞ്. നേരത്തെ തന്നെ സ്കൂളിൽ ടെസ്റ്റ് വന്നു, അപ്പം നേരത്തെ ഞങ്ങൾ വാങ്ങിച്ച് പോയി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് വെച്ചാൽ വീട്ടിൽ പട്ടികളുടെ വീഡിയോയും പൂച്ചകളുടെ വീഡിയോയാണ് കൂടുതലിട്ടത്. പക്ഷെ അതിൽ എല്ലാവരും കൂടുതൽ ലൈക്കും തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് തന്നിട്ട് പട്ടി. പക്ഷെ എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ആരും ലൈക്ക് തന്നിട്ടില്ല. അതിന് ലൈക്ക് കുറവാണ്, സബ്സ്ക്രൈബും കുറവാണ്. എൻ്റെ മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഒരു വിലയും അതേ ചോദിച്ചില്ല. ശരി, എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു.